ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ജനുവരി 1 തീയതി 2025 പുതുവർഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് അയച്ചു. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോരോ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ അടുക്കളയിലാണ് നിൽക്കുന്നത് ഞാൻ. അതാ അടുക്കളയിൽ ഇന്നിപ്പോൾ ഇതാ മീനാണ്, അയില മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് ഇതാ ഉള്ളിയും തക്കാളിയും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മീൻ മുളകിടാമെന്ന് വിചാരിച്ചു, അയില മുളകിട്ടത്. അപ്പോൾ നമ്മൾ ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ദിവസം വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമല്ലോ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇനി മുതൽ ഞാൻ ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഇടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മടിച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ 2025 പുതിയ വർഷമൊക്കെ അല്ലേ, പുതുവർഷമല്ലേ. ഇനി മുതൽ ഞാൻ ഫുള്ളായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പോവാണ്. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാമല്ലോ. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി. പിന്നെ ഏട്ടൻ നേരത്തെ സ്കൂളിലേക്കല്ല, ഏട്ടൻ നേരത്തെ എണീറ്റ് ജോലിക്ക് പോയി. ഏട്ടൻ 4 മണിക്ക് പോകും കേട്ടോ ജോലിക്ക്. പിന്നെ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ കുട്ടികൾ അവരെ സ്കൂളിലേക്കൊക്കെ ആക്കി വന്നിട്ടാണ് ഞാൻ പിന്നെ കറിയൊക്കെ വെക്കാൻ നിൽക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും വേഗം പണികളൊക്കെ ഒരുക്കി കുറച്ച് നേരം കിടന്നുറങ്ങണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടക്കലും എല്ലാ പണികളും കഴിയുമ്പോഴേക്കും സമയം ഒരുപാടാകും. പിന്നെ ഉറക്കമൊന്നും നടക്കില്ല. പിന്നെ ഒന്ന് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് നമ്മുടെ ഉണ്ണിക്കുട്ട സ്കൂളിട്ട് വരും. പിന്നെ അവന് ചായ ഉണ്ടാക്കി വെക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ കിടക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. പിന്നെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ തയ്ക്കലൊക്കെ ആയിട്ട് സമയം കിട്ടില്ല. ഇതാ ബൾബിൻ്റെ ഒരു വെളിച്ചടിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. കറി വയ്ക്കാൻ പോകല്ലേ. ഇതാ മുളക് പൊടി ഇട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കറിയാണ്. പിന്നെ അതാ ഞാനവിടെ ഇന്നലെ തന്നെ രാത്രി കിടക്കുമ്പോൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആട്ടാൻ വേണ്ടിയിട്ട്. അത് അവിടെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കിടക്കുമ്പോൾ തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടാട്ടോ കിടന്നത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ആട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോരോ പണികൾ ചെയ്യുകയും ചെയ്യാം, നമുക്കിവിടെ അരി ആടിക്കൊണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാ പണി കഴിയുമ്പോഴേക്ക് മാവ് ആടി കിട്ടും. അപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കും കൂടി ഞാൻ ഒരുമിച്ചാണ് ആട്ടി വയ്ക്കുക. ദോശയ്ക്ക് വേറെ ഇഡ്ഡലിക്ക് വേറെ അങ്ങനെയൊന്നും ആട്ടാറില്ല. ഉണ്ടാക്കുമ്പോൾ മാവ് ഒന്നിച്ചാണ്ട് ആട്ടി വയ്ക്കും. എന്നിട്ട് ഒരു ദിവസം ഇഡ്ഡലി ഒരു ദിവസം ദോശ, അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ പണികളൊന്നും കാര്യമായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അടുക്കളയൊക്കെ അതാ ചറ പറ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിലെ എല്ലാ പണികളും കഴിയുമ്പോഴേക്കും ഇവിടുത്തെ പാത്രങ്ങൾ മൊത്തം അവിടെ കഴുകാൻ കൊണ്ടുപോയി ഇടേണ്ടി വരും. പാത്രങ്ങളൊക്കെ കുറേ പാത്രങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എടുക്കണ പാത്രങ്ങൾ ഓരോന്നോരോന്ന് അവിടെ കൊണ്ടുപോയി ഇടും. ഇനി എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം ഒന്നിച്ചങ്ങ് ഇതാക്കാൻ. ഇനി അടിക്കാനും തുടക്കാനും പാത്രങ്ങൾ. അപ്പോഴേക്കും സമയം ഉച്ചയായി. ഇപ്പോൾ തന്നെ ഇതാ സമയം 10:30 ആയിട്ടുണ്ട് സമയം. ഇന്നിപ്പോൾ കുറച്ചും കൂടി സ്ലോ ആയി തോന്നുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയാനും അങ്ങനെയൊക്കെ വിളിച്ച്. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. കാണുന്നില്ലേ? പിന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴി അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കും. അപ്പോൾ സംസാരിച്ച് അവിടെ 2 മിനിറ്റ് നിൽക്കും. പക്ഷേ 2 മിനിറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കും. പക്ഷേ സംസാരിച്ച് സമയം പോണത് അറിയില്ല. ഒരു അരമണിക്കൂറെങ്കിലും അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കും. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കും, നാട്ടു വർത്താനം അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ സംസാരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ വന്നിട്ട് പിന്നെ ഞാൻ കഴിച്ച്. ഇന്ന് നമ്മൾ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ ഗോതമ്പ് ദോശ അവിടെ ആർക്കും അധികം അങ്ങോട്ട് ഇഷ്ടമല്ല, ഏട്ടന് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഏട്ടന് അത് കൊടുത്തിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ചോറ് കഴിച്ച്. പിന്നെ കുട്ടികൾക്ക് കൊടുത്ത് വിടാൻ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പപ്പടം കൂട്ടിയിട്ട് ചേർത്ത് ചോറ് കഴിച്ചു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കറിയും മീനിപ്പോൾ ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത്രയും പാത്രങ്ങൾ കഴുകാണ്ട് കുറേ പാത്രങ്ങൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കഴുകാൻ. ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം നമുക്ക്. അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ വിശേഷങ്ങൾ. കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങി, ആരും ഉണ്ടാവില്ല, സംസാരിക്കാനും ആരുമില്ല, ഒന്നുമില്ല. പിന്നെ ഫോൺ ചെയ്തിട്ട് അമ്മനെയൊക്കെ വിളിക്കണം. ഇന്നിപ്പോൾ എൻ്റെ ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ആദ്യത്തെ കോൾ എൻ്റെ അച്ഛനാണ് കേട്ടോ വിളിച്ചത്, ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടിയിട്ട്.
പിന്നെ നിങ്ങളൊക്കെ ഹാപ്പി ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചോ? അടിപൊളിയായിരുന്നു ഹാപ്പി ന്യൂ ഇയറൊക്കെ ആഘോഷം. അപ്പം ഞങ്ങൾക്ക് ഈ പാത്രമൊക്കെ ഒന്ന് അവിടെ കൊണ്ടിടാതെ എടുക്കണ പാത്രം അങ്ങ് കഴുകി വെച്ചാൽ പാത്രം അത്രയും കഴുകാനുണ്ടാവില്ല. ഇത് ഞാനിങ്ങനെ ഒന്നെടുക്കും അവിടെ വയ്ക്കും, അടുത്തൊരു പാത്രം എടുക്കും അവിടെ വയ്ക്കും, അങ്ങനെ എടുത്ത് ഇന്നലെ രാത്രി കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതായിരുന്നു. ഈ അടുക്കളയിലെ പണി കാരണം അപ്പോൾ ഇത്രയും പാത്രങ്ങൾ കഴുകാൻ. ക്യൂക്കി എന്ന് പറഞ്ഞൊരു കോഴിക്കുട്ടി എന്തൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ എവിടെ നിന്ന് വന്ന് ഒരു കോഴിക്കുട്ടി ഇപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നു. ക്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. എൻ്റെ അമ്മനെ കാണാമല്ലോ എന്നിട്ട് കരയാ തോന്നുന്നുണ്ട്. കോഴിക്കുഞ്ഞ നീ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? പിന്നെ നമുക്കിവിടെ വെള്ളത്തിനൊക്കെ ക്ഷാമമായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ് വെള്ളം. ഇപ്പോൾ തിരുമ്പാനൊക്കെ എടുക്കണ വെള്ളമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമമായി വരുന്നുണ്ട്. രാത്രി വന്നപ്പോൾ ഇവിടെ പിടിച്ച് വെച്ചതാണ് കേട്ടോ വെള്ളം. നമ്മളെല്ലാത്തിനും ഇങ്ങനെ പാത്രത്തിലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും വെള്ളത്തിന്. അത് ആലോചിക്കുമ്പോൾ ഇപ്പം തന്നെ സങ്കടം വരാൻ തുടങ്ങി. ഇനി ഉറക്കം ഉണ്ടാവില്ല രാത്രി. ഏട്ടനും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാലേ ഒറ്റയ്ക്കാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കും. കുറച്ച് ഉപ്പ് കൂടിയോ എന്നൊരു സംശയം. അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചിരിക്കും. ഞാൻ എപ്പോഴും ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ അവരോടൊക്കെ പറയും, എടി നമ്മളെയൊക്കെ ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ അടുത്ത വീടുകൾക്ക്. അതാകുമ്പോൾ എപ്പോഴും അവരുടെ അടുത്ത് സംസാരിക്കാം, നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ കൂടെ പോവുക, എത്ര സന്തോഷമായേനെന്നില്ലേ. ഞാനത് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ആരും വിളിക്കുമ്പോൾ എപ്പോഴും പറയാം, ഇത് ഒരുപാട് അങ്ങ് ദൂരത്ത് കൊണ്ടിട്ടിരിക്കുക. ഫ്രണ്ട്സിനെയൊക്കെ അവരെ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുള്ളൂ. വീട്ടിൽ പോകുമ്പോൾ ഒന്ന് ഞാൻ പോണ സമയത്ത് ചിലപ്പോൾ അവർ വന്നു അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ലടി ഞാൻ നാളെ വരുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വരുന്ന ദിവസമായിരിക്കും അവർ വരിക. അപ്പോൾ അവരുടെ അടുത്ത് മിണ്ടാനോ പറയാനോ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ സ്കൂൾ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ 2 ദിവസം മുന്നാണ് അവൾ വരുന്നത്. അപ്പോൾ അവളടുത്ത് ശരിക്കും ഒന്ന് വർത്താനം പറയാനോ അവളടുത്ത് കുറേ നേരം ഇരിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. എടി ഞാൻ നാളെ പോവാടി വരുമ്പോൾ അവൾക്കും വിഷമമായി എനിക്കും വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ നിനക്ക് വന്നൂടെ, സ്കൂൾ കൂട്ടി ഉടനെ വരണ്ടേടി. ഞാൻ അവളോട് പറഞ്ഞതാണ് ഞാൻ സ്കൂൾ കൂട്ടി ഉടനെ വരണേ. പക്ഷെ അവൾക്ക് അവളുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. വല്ലപ്പോഴാണ് ഒന്ന് കാണുന്നത്. നമ്മൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും നമുക്ക് ആ അടുത്തിരുന്ന് സംസാരിക്കണ ആ ഒരു ഫീല് നമുക്ക് കിട്ടൂലല്ലോ വീഡിയോ കോളിലൊക്കെ ചെയ്യുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും കേട്ടോ. ഒന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാനോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്നതും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നതും രണ്ടില്ലേ. അടുത്ത് നിന്ന് നമ്മുടെ കൈ പിടിച്ച് സംസാരിക്കുന്ന ഒരു ഫീല് എനിക്ക് നല്ല വിഷമമുള്ള കാര്യമാണ് അത്. അടുക്കളയൊക്കെ ഒരു വിധം ഒപ്പിച്ചിട്ടുണ്ട്, വൃത്തിയാക്കി. അടുത്തുള്ളവർ എന്നോട് പറയും, ഹോട്ടലിൽ പോലും ഉണ്ടാവില്ല ഇത്രയും പാത്രം, എന്തിനങ്ങനെ ഇട്ട് കൂട്ടുന്നത്, എടുക്കുന്ന പാത്രം അപ്പോഴേക്കും അങ്ങോട്ട് കഴുകി വെച്ചുകൂടെ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പാത്രം കഴുകാനെന്ന്. നമ്മൾ ഈ പുറത്ത് കഴുകുന്നത് കൊണ്ട് ഒരു തേങ്ങ ചിരകും ആ പാത്രം എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടും. പിന്നെ എന്തെങ്കിലും ഒന്ന് മുളക് തിരുമ്പോൾ ആ പാത്രം എടുത്ത് ഇവിടെ കൊണ്ടിടും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് കഴുകുന്നത് കൊണ്ട് ഇനി ഒരു അരമണിക്കൂറെങ്കിലും ആവും ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് വൃത്തിയാക്കി ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും. 2025 ന്യൂ ഇയർ ആയിട്ട് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷം എടുക്കുന്നതാണ് കേട്ടോ, പക്ഷെ ഒന്നും നടക്കാൻ പറ്റുന്നില്ല. എല്ലാം അങ്ങ് ഇതായി പോവും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഞാൻ തീരുമാനം എടുക്കുന്നത് രാവിലെ നേരത്തെ എണീക്കും. എന്നിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുള്ളൂ, ഫോണിൽ കളിച്ചിരിക്കുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നും നടക്കാറില്ല. എണീറ്റ് വരുമ്പോഴേ ഞാൻ ഇന്ന് ഫോണാണ് ഇട്ടെടുത്തത്. എന്നിട്ട് ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞവരൊക്കെ ഒന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ, അതൊക്കെയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എടുക്കൂലെന്ന് വിചാരിക്കും. എല്ലാ പണികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോൺ നോക്കിയിരിക്കുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കാറില്ല. എണീറ്റത് കിടക്കപ്പായിന്നേ ഞാൻ ഫോൺ നോക്കിയിട്ടാണ് എണീക്കണത്. അതിൽ പോയി വാട്സപ്പ് പോയി സ്റ്റാറ്റസ് നോക്കി പിന്നെ കുറച്ച് സ്റ്റോറി കാര്യങ്ങളെല്ലാം നോക്കി വരുമ്പോഴേക്ക് സമയമാവും. പിന്നെ അങ്ങ് ധൃതിയിൽ എണീറ്റിട്ട് സമയമായി എണീക്കെന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങോട്ട് ധൃതിപ്പെടുത്തി അവരോട് വല്ലേക്ക് ചായ കുടിക്കുക അത് ഇതെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കും.
അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വർഷം അങ്ങനെയൊന്നുമില്ല, എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൽ ഇരിക്കുകയുള്ളൂ. ആ ഒരു തീരുമാനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ പണിക്കിടയ്ക്കാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പണികളും ചെയ്തിട്ടേ ഇരിക്കുകയുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ ഇനി പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.